ഒഡീഷ എഫ് സി കഴിഞ്ഞ ദിവസം അവരുടെ ഒരു വിദേശ താരത്തിൻ്റെ സൈനിങ് അനൗൺസ് ചെയ്തു. പിന്നെ പ്രീ സീസൺ ട്രെയിനിങ്ങിൻ്റെ തീയതി അനൗൺസ് ചെയ്തു. അതിനകത്തൊക്കെ എല്ലാവർക്കും സന്തോഷം മാത്രമാണ്. അടുത്ത മാസം ആദ്യത്തോടുകൂടി ഒഡീഷ തങ്ങളുടെ പ്രീ സീസൺ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകരെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ദ കോച്ച് ആൻഡ് ഹിസ് കേരള ബോയ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. അവിടെ പരിശീലകനായിട്ടുള്ള മലയാളിക്കൊപ്പം ഒരു പിടി മലയാളി കളക്ഷനുള്ള താരങ്ങളെ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഈ സീസണിലേക്കുള്ള ഇന്ത്യൻ സൈനിങ്ങുകൾ കേട്ടാൽ നിങ്ങൾക്ക് അത് കുറച്ച് കണക്റ്റഡ് ആവും. ഒന്ന് സച്ചിൻ സുരേഷ്, കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിയ മലയാളി ഗോൾ കീപ്പർ. പിന്നെ നന്ദകുമാർ ശേഖർ, കേരള ബ്ലാസ്റ്റേഴ്സ് കണക്ഷൻ ഒന്നും എടുത്ത് പറയാൻ പറ്റുന്നില്ല. എങ്കിൽ പോലും കേരളത്തിൽ അത്യാവശ്യം ആരാധകരൊക്കെ ഉള്ള ഒരു ക്ലബ്ബാണ് പുള്ളി. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുമ്പോഴായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെയൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിവിട്ട താരമായിട്ടുള്ള ഋത്തിക് ദാസ്, ബ്ലാസ്റ്റേഴ്സിൽ നിന്നാണ് ആള് ജംഷഡ്പൂരിലേക്കൊക്കെ പോയത്. പിന്നെ അർജുൻ എം മലയാളി താരം, അതുകൂടാതെ ആഷിർ വാഴപ്പള്ളി എന്ന മറ്റൊരു മലയാളി താരം, പിന്നെ നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ പോയ മലയാളി താരം, പിന്നീട് ഇമ്രാൻ ഖാൻ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമായിരുന്നു ഇമ്രാൻ ഖാൻ. പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച് എൻഎസ് ഇപ്പോവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അതെല്ലാം പോട്ടെ, ഈ പറഞ്ഞ താരങ്ങൾക്ക് എല്ലാവർക്കും ഏതർ അവർ കേരള ബ്ലാസ്റ്റേഴ്സ് വളർത്തിവിട്ട താരമാണോ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമാണോ മലയാളി താരമാണോ അങ്ങനെയൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. സോ പിന്നെ ഒരുപിടി മലയാളി താരങ്ങളെ ഓൾറെഡി ഒഡീഷ എഫ് സി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിരുന്നു. അതിൻ്റെ കൂടെ പുതുതായിട്ട് നടത്തിയ അഡീഷൻ കൂടിയാണിത്. ഏതായാലും അവരുടെ ഇന്ത്യൻ സ്ക്വാഡ് നോക്കുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് മുഖങ്ങളുണ്ട്. ഇത്തവണ ദ കോച്ച് ആൻഡ് ഹിസ് കേരള ബോയ്സ് മേ റൂൾ ഒഡീഷ എന്ന് വേണമെങ്കിൽ കരുതാം.